ഹായ് എവരിവൺ, ശ്രീധൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പിയും സേഫായി ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഇപ്പോൾ നടക്കുന്നതും ഇനി വരാൻ പോകുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം നമ്മുടെ ഓവറോൾ എനർജി വന്നത് ഒരു 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സമയം, ഈ നിമിഷം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ അതീവ ദുഃഖിതനായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ദുഃഖിതയായിട്ടാണ് കാണുന്നത്. ഒരു ഉറക്കം വരെ നഷ്ടപ്പെട്ടൊരവസ്ഥ, മുന്നോട്ട് പോകാൻ കഴിയാതെ ആകെ വിഷമം പിടിച്ച് അത്രയും അതികഠിനമായ വേദന, ആരോടും പറയാൻ കഴിയാത്ത വേദന, മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ, കരഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, രാത്രി വരെ ഉറക്കം നഷ്ടപ്പെട്ട് കരയേണ്ട ഒരവസ്ഥ, ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയം സയൻസ് എന്ന് പറഞ്ഞാൽ ഫയർ എനർജി, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ്, പിന്നെ ക്യാൻസർ, പൈസിസ്, എർത്ത് എനർജി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, എക്കോറിയസ്, പിന്നെ മേടം, ചിങ്ങം, ധനു, കർക്കിടകം, മീനം, ഇടവം, കന്നി, മകരം, കുംഭം. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 10, 3, 8, 11, 6, 4. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഏത് രീതിയിലായാലും തേർഡ് പാർട്ടി, അത് ഒരു പാരൻസിൻ്റെ ഇടയിലാകാം, അല്ലെങ്കിൽ ഒരു ഫാമിലി, ഏത് മറ്റുള്ള രീതിയിലുള്ള ഫാമിലി, കൂട്ടുകുടുംബം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിലാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തി മുഖേനയാവാം തേർഡ് പാർട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ തേർഡ് പാർട്ടി ഇൻവോൾവ് ഉള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വേദന, നിങ്ങൾ ഈ പേഴ്സൺ ഒരുപാട് ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന, അത്രയും ഒരുപാട് മനസ്സ് കൊടുത്ത് സ്നേഹിച്ച വ്യക്തിയാണ്. പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ഈ താങ്ങാൻ പറ്റാത്ത ഭാരമാണ്, സഹിക്കാൻ പറ്റാത്ത ഭാരമാണ്. പിന്നെ ഒന്ന് മുന്നോട്ടേക്ക് പോകാൻ, ഈ ഭാരം പേറി, ഈ മനസ്സിലുള്ള വിഷമം പേറി മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. അപ്പം ഈ നമ്മളെ ഇത്തരം വിഷമങ്ങളൊന്നും മറ്റൊരാൾക്ക് വാങ്ങിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് സഹിക്കേണ്ട. അപ്പോൾ എല്ലാത്തിൽ നിന്ന് മാറിപ്പോകണം, ഈ വിഷമത്തിൽ നിന്ന് മാറിപ്പോകണം എന്നാണ് ചിന്തിക്കുന്നത്. അല്ലാണ്ട് റിലേഷൻഷിപ്പ് വിട്ട് പോകണം എന്നല്ല. അങ്ങനെ ചില ആളുകൾ ഇത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഈ തൽക്കാലം ഈ മാറാൻ പറ്റാത്ത റിലേഷൻഷിപ്പ് ആണെങ്കിൽ, ചിലപ്പോൾ ചെറിയ ഒരു നന്നാകാൻ ഉള്ള ഒരു രീതിയിലുള്ള ആരെയും പറഞ്ഞൊക്കെ റെഡിയാക്കിയാൽ നന്നാകുന്ന ബന്ധമാണെങ്കിൽ തൽക്കാലം അതിൽ നിന്ന് വിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അങ്ങനെ നിന്നാലേ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം എന്താണെന്നും നിങ്ങൾ ഇത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. എപ്പോഴും അവരെ പിറകെ തന്നെ നടക്കുമ്പോൾ അവർ വിചാരിക്കും അവരെ പിറകെ പിന്നെ ചെന്നോളും, ഇനിയും വരും എന്നുള്ള ഒരു പ്രതീക്ഷ ആ വ്യക്തിക്ക് ഉണ്ടാവും. ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് പുറത്ത് പറയാതെ, ആരോടും പറയാതെ രഹസ്യമായി വെച്ചിരിക്കുകയാണ്. അത് പുറത്ത് കാണിക്കാതെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാവണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിൽ നിന്നും വിട്ട് മാറിപ്പോകണം, മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരിടം തേടി പോകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് പ്രശ്നം. തേർഡ് പാർട്ടി വിട്ടകലുന്നില്ലെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ തേർഡ് പാർട്ടിയിൽ ഈ വ്യക്തി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല, നിങ്ങളെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓഫറുമായി വന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ, അപ്പോൾ പുതിയ തുടക്കം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിലേക്ക്. അപ്പോൾ ഏത് രീതിയിലാണ്, ഇപ്പോൾ ഈ വ്യക്തിയായിട്ടാണോ അല്ലെ മറ്റേത് രീതിയിലാണോ പുതിയ ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. പുതിയ ജീവിതം തുടങ്ങാൻ ഫസ്റ്റ് തന്നെ അതാണ്, പുതിയ ജീവിതം തുടങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾ. അപ്പം ഈ രീതിയിലാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി മറ്റൊരു ചിന്ത വന്നിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ, ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം വരികയാണെങ്കിൽ അതിലേക്ക് പോകാമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടെന്നാണ് കാണുന്നത്. ഒരു ഓഫറുമായി വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വന്നത് ഒരു ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 2 of Wands ആണ്. 2 of Wands
ടു വാൻസ് വന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ രണ്ട് കാര്യം തെളിഞ്ഞു നിൽക്കുന്നെന്നാണ് കാണുന്നത്. രണ്ട് കാര്യം, രണ്ട് സാഹചര്യം. അവരിപ്പോൾ ജീവിക്കുന്നത് ഒന്ന് നിങ്ങളായിരിക്കും, ഒന്ന് മറ്റ് തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തി ഏത് രീതിയിലുള്ളതായാലും അതായിരിക്കും. ചിലപ്പോൾ ജോലി സംബന്ധമായതാകാനും സാധ്യതയുണ്ട്. അപ്പം അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥ. എല്ലാത്തിനും ഒരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ തുടക്കം ഏതിനാണെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നില്ലെന്നാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഈഗോയുള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യം എടുക്കുന്ന തീരുമാനം എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, ഏത് തീരുമാനമാണ്, ആരുടെ കൂടെ നിൽക്കണം, ആ ഒരു അവസ്ഥയിൽ ഏത് ജോലിയുടെ കാര്യമാണ്, ഏത് ജോലിയിലേക്ക് പ്രവേശിക്കണം. അപ്പം ചിലപ്പോൾ ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഒരു ജോലി കിട്ടിയത് മുന്നോട്ട് പോകാൻ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു എനർജി അവിടെ കാണുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പം ഏത് വഴിക്ക് ചൂസ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ സിറ്റുവേഷനിൽ കൂടെ ഈ വ്യക്തി കടന്നു പോകുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പേരൻസിൻ്റെ ഇടയിൽ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഒരു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പേരൻസിനെ തള്ളി പറഞ്ഞ് പോരാൻ പറ്റാത്ത അവസ്ഥ. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡെവിളുടെ എനർജി ഉണ്ട്. അപ്പം ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങളിലോ ഏതോ ഒരു നെഗറ്റീവായ കാര്യം ബാധിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെവിൾ എനർജി ഈ നെഗറ്റീവായ കാര്യം വന്നതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഭാരങ്ങൾ മനസ്സിൽ ഒരുപാട് ഭാരങ്ങളും വേദനയും കൊണ്ട് നടക്കേണ്ടി വന്നത്. ഈ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. അത് ഏത് രീതിയിലാണ് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് ശനിയുടെ ദോഷം കൊണ്ടാകാം, ചില വ്യക്തികൾക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആവാം, ദൃഷ്ടിദോഷമാകാം, ഏത് രീതിയിലായാലും സംഭവിക്കാം. അപ്പം അത്തരം ഒരു നെഗറ്റീവായ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ താങ്ങാൻ കഴിയാത്ത ഹൃദയവേദനയും മനോവ്യാധിയിലായിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ. ആരോടും പറയാൻ കഴിയുന്നില്ല, ഏതെങ്കിലും തരത്തിൽ ഈ ഭാണ്ഡം ഒന്ന് ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഒരു തേർഡ് പാർട്ടി എനർജി അവിടെ കാണുന്നത് 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ആ വ്യക്തി ഇപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെന്നാണ് കാണിക്കുന്നത്. അവിടെ ആ തേർഡ് പാർട്ടി അവരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു വെച്ചതായിട്ടാണ് കാണുന്നത്. അവരെ എല്ലാ രീതിയിലും മെരുക്കിയെടുത്ത് അവരുടെ മനസ്സ് മാറ്റി അവരിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഏത് രീതിയിലുള്ള തേർഡ് പാർട്ടി ആണെങ്കിലും അവിടെ സന്തോഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് അവരെ പിടിച്ചു ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വേദന അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ചിലപ്പോൾ സ്ട്രിക്റ്റായ ഒരു പേരൻറ്റിൻ്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റായ ഏതെങ്കിലും ഒരു ലേഡി, അല്ലെങ്കിൽ ഏത് രീതിയിലായാലും തേർഡ് പാർട്ടി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ വ്യക്തിയെ അത്രയ്ക്ക് മെരുക്കി എടുത്തു കഴിഞ്ഞ് അവരുടെ കൈക്കുള്ളിലാക്കി വെച്ച് കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആടുന്ന ഒരു വ്യക്തിയായി മാറി എന്നാണ് കാണുന്നത്. അവിടെ അവർക്ക് സന്തോഷമായിട്ടാണ് ഇപ്പം ഉള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ തേർഡ് പാർട്ടിയിൽ ആ വ്യക്തി സന്തോഷവതി ഏത് രീതിയിലായാലും. ഇപ്പോൾ ചിലപ്പോൾ ജോലി സംബന്ധമായതോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസോ ഏത് രീതിയിലായാലും ഒരു തേർഡ് പാർട്ടിയിൽ ആണിപ്പോൾ ഉള്ളത്. 4 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ്. 8 ഓഫ് കപ്പിൻ്റെ എനർജി. കുറച്ച് ശനിയുടെ ദോഷമുള്ള വ്യക്തികളും ഇക്കൂടത്തിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം ആളുകൾ ഇത്രയും മോശം സമയമായതുകൊണ്ട് ഈ നെഗറ്റീവായ ജീവിതത്തിൽ ഇത്തരം നെഗറ്റീവായ എനർജി അത് ശനിയുടെ ദോഷമാകാനും കൂടുതലായിട്ട് 8ൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും വിട്ടൊഴിയാൻ തീരുമാനിച്ചതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി ഈ മനസ്സിൽ ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ അടക്കി വെച്ച് അത് ആരോടും പറയാതെ, മനസ്സിലുള്ള വേദന ആരോടും പറയാതെ, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന രഹസ്യം, ഏതോ തരത്തിലുള്ള രഹസ്യം അത് ആരോടും പറയാതെ ഇരിക്കുന്ന കുറേയധികം വ്യക്തികളുണ്ട്. അപ്പോൾ അത്തരം വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്.
അപ്പോൾ ഈ ഏതോ മാനസിക വിഷമത്തിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച കാര്യമാണ്. അപ്പോൾ തൽക്കാലം മാറാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുണ്ടാവും. കുറച്ച് കഴിഞ്ഞൊക്കെ ശരിയാവുമെന്ന് വിചാരിച്ചിപ്പോൾ ഒന്ന് അങ്ങനെ പോട്ടെ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ആഗ്രഹിച്ചതും പിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചതുമായ ഒരു കാര്യമായിരുന്നു. അത് വിട്ടു പോകേണ്ട ഒരവസ്ഥ വന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പേജ് ഓഫ് കപ്പിൻ്റെ എനർജി ഒരു 9 of Wandsമാണ്. പേജ് ഓഫ് കപ്പ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ആ വ്യക്തി ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ നിങ്ങളിലേക്കുള്ള ആ പ്രകാശത്തെ, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിലും കൂടി അവർക്ക് നിങ്ങളെ വിടാൻ തോന്നുന്നില്ല. ആ കാര്യമാണ് അവിടെ അവർ നിങ്ങൾ പിന്നെ അവർ വിടുന്നില്ല. എന്ത് തന്നെയായാലും അവരുടെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരു ഓഫറുമായി നിങ്ങളിലേക്ക് വന്നാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഈ തെറ്റിദ്ധാരണ മാറി ജീവിതത്തിലേക്ക് കടന്നു വരും, സമാധാനത്തിൽ ജീവിക്കാൻ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതികഠിനമായ വേദനയായിട്ട് മാറിപ്പോകാൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി പിണങ്ങി പിരിഞ്ഞ് പിന്നെയും വീണ്ടും നന്നായി അങ്ങനെയൊക്കെ ജീവിച്ച വ്യക്തികളായിരിക്കും. അതുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ മനസ്സിൽ ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വന്നാലോ ചിന്തിക്കുന്നുണ്ട്. അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവർ ചിന്തിക്കാൻ കാരണം ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അവർക്കൊരു ഇനിയും വന്നോളും പിന്നാലെ വന്നോളും എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 6 of Swords എനർജിയാണ്. ഒരു 6 of 3 of Cups ആണ്. അപ്പം പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാറി ഒരു സന്തോഷമുള്ള ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് പോയ വ്യക്തികളുണ്ടാവും. അപ്പോൾ എന്ത് കാരണം കൊണ്ടൊക്കെ മാറി താമസിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നാട്ടിലേക്കൊക്കെ തിരിച്ചു വരുന്ന വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ പിണങ്ങി നിന്നവർ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികൾ. എല്ലാവരും ജനറൽ റീഡിങ്ങാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ചില വ്യക്തികൾ മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ചില വ്യക്തികൾ ചില വ്യക്തികൾ ജോലിയൊക്കെ കിട്ടി മാറി താമസിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ സന്തോഷം ഉള്ളതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റു ചില വ്യക്തികൾ മാനസികമായ വേദനയിൽ നിന്നും മാറി സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് പോകണമെന്നും ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ അതികഠിനമായ വേദനയിൽ നിന്നും മാറി എല്ലാത്തിൽ നിന്നും മാറി ഒരു സന്തോഷമുള്ള ജീവിതം വേണം, അതിലേക്ക് മാറണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളും ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 3 of Cups എനർജി കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ കൂടുതലായിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ഉള്ളത് കൊണ്ടാണ് ഇത്തരം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായ കാര്യങ്ങൾ ആ തേർഡ് പാർട്ടി മുഖേന സംഭവിച്ച നെഗറ്റീവായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ശനിയുടെ ദോഷം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവായ കാര്യം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 4 of Pentacles ആണ്. അപ്പോൾ 4 of Pentacles എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 4 of Wands എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വ്യക്തി ഏതോ സാമ്പത്തികമായ ഇടപാടിൽ ഏതോ കുരുക്കിൽപ്പെട്ടൊരവസ്ഥ. ചിലപ്പം ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടി ധാരാളം പണം ചിലവാക്കിയിട്ടുണ്ടായത് ഏതോ രീതിയിൽ. അപ്പം അത് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് ഊരി പോരാൻ പറ്റാത്ത വിധം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം അത് ഈ വ്യക്തിയുടെ ഒരു മെച്യൂരിറ്റി കുറവായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിക്ക് വേണ്ട രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു അവസ്ഥയിൽ പെട്ടുപോയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എല്ലാത്തിൽ നിന്നും മാറി പോരണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പല നെഗറ്റീവായ ചിന്താ രീതികളോ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് വേണ്ട രീതിയിൽ ഒരു അത്രയൊരു കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത്. അവരുടെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ, അതാണ് അവരെ ഓരോ കുടുക്കിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പം മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഏതെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ അവരിൽ സംഭവിച്ചത് കൊണ്ടോ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വന്നു പെട്ടു. ആരോടും പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അങ്ങനെ ഏതോ ഒരു സാഹചര്യം, ഇപ്പോൾ സാമ്പത്തികം ആർക്കെങ്കിലും കൊടുത്തിട്ട് ഏതോ കുരുക്കിൽപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കിട്ടാത്ത അവസ്ഥ, അപ്പോൾ അത് പുറത്തറിഞ്ഞാൽ ആകെ പ്രശ്നം, അങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ ഏതോ സാഹചര്യത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവരുടെ മെച്യൂരിറ്റി കുറവാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അപ്പോൾ സാമ്പത്തികം ഒരുപാട് നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണ് കാണുന്നത്. അത് പല രീതിയിലും സാമ്പത്തികം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ കാണുന്നത്. എല്ലാം ഉള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ അവർ എല്ലാത്തിൽ നിന്നും മാറി മറ്റേതോ സ്ഥലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് വരാനിരിക്കുന്നത്? ഹീറോ കപ്സിൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ ഉള്ള അങ്ങനെയുള്ളൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ പല വിഷമങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം പിന്തിരിഞ്ഞ് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം. എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും മാറി നിങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ കടക്കാൻ ശ്രമിക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി. അപ്പോൾ ഒരു മദർ ഫിഗർ, ഒരു ഫാദറിനെ പോലെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഇപ്പോൾ പോകാൻ സാധിക്കുന്നതാണ്. ഒരു വേൾഡ് കാർഡാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിനാണോ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അത് ചിലപ്പം വിദേശവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ജോലി സംബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ഇത്തരം കാര്യങ്ങളിൽ നിന്നും മാറി നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി മനഃശക്തിയോടെ മുന്നോട്ട് വരാനാണ് പറയുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ എല്ലാ നെഗറ്റീവായ എനർജിയിൽ നിന്നും മാറി ഒരു മനഃശക്തിയോടെ മുന്നോട്ടേക്ക് വന്നാൽ ജീവിതത്തിലേക്ക് ഒരു പുതിയ ഒരു ലോകം തന്നെ നിങ്ങൾക്ക് വെട്ടിപ്പെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനൊക്കെ ചെയ്താൽ ഈ ലോകം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് മനക്കരുത്ത് വേണം. നല്ല മനക്കരുത്തുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറി പോസിറ്റീവ് എനർജിയിലേക്ക് മാറി ഒരു നല്ല ജീവിതത്തിലേക്ക് കടക്കാനാണ് നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത്. ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ.